മധുവിന് നീതി കിട്ടിയിട്ടില്ല. ഇല്ല അതെനിക്കറിയാം. കാരണം ഒരാൾക്കൂട്ടം വിശക്കുന്ന ഒരു മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയുടെ തെളിവാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ അനുഭവം. അപ്പോൾ അത് ആ കേസിൽ അവരെല്ലാം നിരപരാധികളാണെന്ന് കോടതി പറഞ്ഞു. എന്തായിരുന്നു കോടതി പറഞ്ഞത്? അങ്ങാണല്ലോ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ. അതായത് മണ്ണാർക്കാട് കോടതി 16 പ്രതികൾ 13 പേരെ 7 വർഷം ശിക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പരോൾ അവരുടെ റൈറ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഒരാൾക്കും പറ്റാണ്. ഒന്നാം പ്രതിക്ക് മാത്രമാണ് പരോൾ കിട്ടിയുള്ളൂ. പോയിട്ട് 13 പേരും താനൂർ സബ് ജയിലിലുണ്ട്. ഇപ്പൊ നിലവിൽ മറ്റേ പറയുന്ന ഹൈക്കോടതിയിൽ അതിന്റെ അപ്പീൽ ഹിയറിംഗ് നടക്കുകയാണ്. ഇല്ലില്ല, ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് ജഡ്ജ്മെന്റ് വരാനുണ്ട്. അപ്പൊ ഈ കേസിൽ ആരെയും ഈ 3 പേരെ ഒഴികെ ബാക്കി 13 പേരും വെറുതെ വിട്ടിട്ടില്ല. 13 പേരും ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ നിരപരാധി എന്നുള്ള രീതിയിൽ അപ്പീൽ പോയിക്കുന്നു. ഈ 3 പേര് ശിക്ഷിക്കണം ആവശ്യപ്പെട്ട് നമ്മളും പോയിക്കുന്നു. ഞാൻ രാംനാരായണന്റെ കാര്യം കൂടെ ചോദിക്കുന്നു. അദ്ദേഹം 5 ദിവസമേ ആയിട്ടുള്ള ഈ കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വന്നിട്ട് അദ്ദേഹം വീട്ടിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടന്നപ്പോൾ വഴി തെറ്റിപ്പോയി. വഴി അന്വേഷിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ 2-3 ദിവസം മുമ്പ് ഏതൊരു കള്ളൻ അവിടെ വന്നിരുന്നു എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം കള്ളനാണ് എന്ന് ഇദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗുണ്ടകളായ ആളെ വിളിച്ചു വരുത്തി അവർ അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് നടന്ന് വളരെ ഓപ്പണായി ഒരു ഓപ്പൺ സ്പേസിൽ ഇട്ടിട്ട് വടിയെടുത്ത് അടിച്ചടിച്ചാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത് കൊന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളോട് നമ്മൾ ചോദിച്ചു, നിങ്ങളാരും തടയാൻ പോയില്ലേ എന്ന്. അപ്പോൾ തടയാൻ ഞങ്ങൾക്ക് പോലും പേടിയായിരുന്നു എന്നവർ പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വളരെ പച്ചയായി അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ട ഒരു ബംഗ്ലാദേശിയാണോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട മാത്രമല്ല ഒരു മുസ്ലിം ലുക്ക് അദ്ദേഹം തോന്നി. അപ്പോൾ ഒരു വംശീയത അവിടുത്തെ സംഘപരിവാർ പ്രവർത്തന ആളുകൾക്ക് ഇതൊരു ബംഗ്ലാദേശിയാണ് എന്ന് അദ്ദേഹത്തെ മനസ്സിലായി. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ട് ഇതൊരു മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധാരണ കൂടിയാണ് അദ്ദേഹത്തെ അടിച്ചടിച്ച് കൊല്ലുന്നത്. അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ വിശദീകരണം നമ്മൾ കേട്ടതാണ്. ഇത്ര ബ്രൂട്ടലായിട്ട് അദ്ദേഹം അത് മാത്രമല്ല അവിടെ നിന്ന് അവസാനം പോലീസ് എത്തിയില്ല. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആംബുലൻസിൽ വെച്ചുകൊണ്ട് പോലും അദ്ദേഹം മർദ്ദിച്ചു എന്നാണ്. രാംനാരായണന്റെ കേസും ഏകദേശം തുല്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മധുവിന്റെ കേസില് 24 സാക്ഷികൾ ഹോസ്റ്റലിലായി പ്രതിഭാഗം ചേർന്നു. ആ 24 സാക്ഷികൾ ഹോസ്റ്റലിലായിട്ടും കോടതി ഈ വീഡിയോ ഉണ്ടല്ലോ, പകർത്തിയ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് അതിലെ പ്രധാനപ്പെട്ട തെളിവിലേക്ക് കൊണ്ടുവന്നത്. 7 വർഷം ഈ 13 പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 പേരെ വെറുതെ വിടുകയും ചെയ്തു. അതിപ്പോ അപ്പീലിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പീൽ കോടതിയിൽ ഇപ്പൊ ഇവരും അപ്പീൽ പോയിട്ടുണ്ട്. മധുവിന്റെ സഹോദരിയും മറ്റുമൊക്കെ ആയിട്ട് അപ്പീൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഹൈക്കോടതി ചിലപ്പം അത് ജീവപര്യന്തമാക്കി മാറ്റാനും സാധ്യതയുണ്ട്. കാരണം അത് ശിക്ഷ കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയം പൊതുവിലുണ്ട് എന്നുള്ളൊരു ധാരണയും നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ രാംനാരായണൻ ബംഗ്ലാദേശുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒത്തുകൂടുന്നത്. ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകളെ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെതിരായിട്ട് ഇങ്ങനെ ആൾക്കൂട്ടം കൂടുക, ഉപദ്രവിക്കുക. അതിപ്പം അതേസമയം ശക്തിയുള്ള ഒരുത്തന്റെ അടുത്ത് ഈ പറഞ്ഞ സദാചാര പോലീസ് വരില്ല.